ഇന്ന് നമ്മൾ അടിപൊളി ആലു പൊറോട്ട ഉണ്ടാക്കും. ചൂട് ആലു പൊറോട്ട ഉണ്ടാക്കി കഴിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി നമ്മൾ കുറച്ച് മിക്സിയുടെ ജാറിൽ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അരച്ചെടുക്കുക. നല്ലപോലെ പേസ്റ്റാക്കി എടുക്കുക. നമ്മൾ ഉള്ളി ചെറുതായിട്ട് അരിയുക. എത്ര ചെറുതായിട്ട് പറ്റുമോ അത്ര ചെറുതായിട്ട് അരിയുക. പിന്നെ കുക്കറിൽ നമുക്കൊരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരു പുഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നല്ലപോലെ. അത് നമ്മൾ എടുത്തിട്ട് നമ്മളതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ട് അതിനെ നമ്മളൊരു പാത്രത്തിൽ ഇട്ടിട്ട് നമ്മളതിനെ നല്ലപോലെ സ്മാഷ് ചെയ്യണം. എത്ര സ്മാഷ് ചെയ്യുന്നു അത്ര നല്ലത്. നമ്മൾ കല്ല് പോലെ കിടക്കുവാന്ന് പിന്നെ അത് പരത്തുമ്പം ബുദ്ധിമുട്ടാവും, പൊട്ടും. അതിന് വേണ്ടി നല്ലപോലെ സ്മാഷ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് അതിൽ നമുക്ക് ശകലം നമ്മളെ അരിഞ്ഞു വരച്ചിരിക്കുന്ന ഉള്ളി ഇടണം. അതിൻ്റെ കൂടെ നമുക്ക് മിക്സിയിൽ അടിച്ച് വെച്ച് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും ഇടുക. ഇനി നമുക്ക് മസാല കൂട്ടങ്ങളിടാം. അതിന് വേണ്ടി ആദ്യം ചില ഉപ്പിട്ടു. ഉപ്പിന് ശേഷം നമ്മൾ കുറച്ച് മാങ്ങയുടെ പൊടിയാണ്, ഡ്രൈ മാംഗോ പൗഡറാണ്. ഇത് വെച്ച് നല്ല പുളി കിട്ടും. പിന്നെ എവറസ്റ്റ് ഗാർഡിൻ്റെ ഗരം മസാല പൗഡർ, പിന്നെ ശകലം ചാട്ട് മസാല ഇടും. അത് ഓപ്ഷനിലാണ്, നമുക്ക് ഇഷ്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇട്ടാൽ മതി. പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഇതിനനുസരിച്ച് നമുക്ക് എരിവിനനുസരിച്ച് നമുക്ക് ചുവന്ന മുളക് പൊടി, ഇത് കഴിഞ്ഞ് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞ ശേഷം കായം ശകലം ഇടണം. അത് കഴിഞ്ഞ് നമ്മൾ ശകലം അജ്വൈൻ ശകലം എടുത്ത് നമ്മൾ തിരുമ്മി നമ്മൾ ചേർക്കേണ്ടതാണ്. നമുക്ക് കസൂരി മേത്തി ചേർക്കാൻ ഇഷ്ടമുള്ളവർ ചേർക്കാം, അതും ഓപ്ഷനിലാണ്. ഞാൻ ചേർത്തിട്ടുണ്ട് കുറച്ച്. അത് നമ്മുടെ കയ്യിലിട്ട് തിരുമ്മി പൗഡർ പോലെ ആക്കിയിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് കുടയുക. പിന്നെ കുറച്ച് മല്ലിയില അതും കണ്ടിച്ചിട്ട് നല്ലപോലെ സ്മാഷ് ചെയ്യണം. അതിൻ്റെ ഒന്നും നല്ലപോലെ സ്മാഷായി നല്ലപോലെ പരത്തിയെടുക്കാം നമുക്ക്, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. ഇനി നമ്മൾ ഡൗ തയ്യാറാക്കാൻ വേണ്ടി തയ്യാറാക്കി ഇനി നമ്മൾ കുറച്ച് പരത്തി അതിൻ്റെ നടുക്ക് കുറച്ച് വെച്ചിട്ട് നാല് വശത്തൊന്നും ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ പരത്തി എടുക്കാം. നമ്മളത് പരത്തിയിട്ടിട്ട് നമ്മൾ നെയ്യാണ് ചേർക്കേണ്ടത്. നെയ്യിട്ട് നമ്മൾ വറക്കുക. നല്ല സ്വാടുകൂടി മുരിഞ്ഞ് കിട്ടും. ഇതെന്നുള്ള മുരിഞ്ഞ് നല്ല ചൂടുള്ള മസാലയെല്ലാം അടിപൊളി ടേസ്റ്റാണ്.